മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നുവെന്ന് KSIDCയോട് ഹൈക്കോടതി. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്നും ഹൈക്കോടതി ചോദിച്ചു. CMRL ഷെയർ ഹോൾഡർ അല്ലേ എന്നും എന്നിട്ടും ഒന്നും അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. KSIDക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും അറിയില്ലെന്ന് CMRL വന്ന് കോടതിയിൽ പറയട്ടെ എന്നായിരുന്നു കോടതിയുടെ നിലപാട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കോടതിയിൽ നിന്ന്. ശ്രീകാന്ത്, വളരെ കടുത്ത പരാമർശമുണ്ടായി. KSIDC എന്ത് നിലപാട് ഇപ്പോൾ കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്? CMRL വന്ന് പറയട്ടെ, KSIDCക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ CMRLനെ കൂടി ഈ കേസിൽ കക്ഷി ചേർക്കാൻ ഇരിക്കുകയാണോ കോടതി? പരിശ്രമിക്കുന്നുണ്ട്. ഈ കേസിൽ തങ്ങളെ ഒഴിവാക്കി കിട്ടുന്നതിന് ഈ SFIO അന്വേഷണം CMRലും എക്സാലോജിക്കും തമ്മിലുള്ള പ്രശ്നമല്ലേ, എന്തിന് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടുന്നു, ഞങ്ങൾ ഈ കേസിൽ ഞങ്ങൾക്ക് എന്താണ് റോൾ, ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം ഇതിലെ കാര്യങ്ങളിൽ ഡയറക്റ്റ് ഇടപെടാറില്ല എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പോയി. തുടർന്നാണ് കോടതിയുടെ രൂക്ഷമായ ചോദ്യങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ഈ അന്വേഷണത്തെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങളെപ്പോലെ ഒരു സ്ഥാപനം അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC? നിങ്ങൾ CMRLൽ ഷെയർ ഹോൾഡർ അല്ലേ എന്നും KSIDCയോട് കോടതി ചോദിച്ചു. എന്നിട്ടും നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാകും? ഇതായിരുന്നു കോടതിയുടെ ചോദ്യം. KSIDCക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും അറിയില്ലെന്ന് CMRL വന്ന് കോടതിയിൽ പറയട്ടെ എന്ന് കടുത്ത പരാമർശത്തിലേക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോകുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. സത്യം കണ്ടെത്താനാണ് ശ്രമമെന്ന് KSIDCയോട് ഹൈക്കോടതി പറഞ്ഞു. CMRL എക്സാലോജിക് കേസ് SFIO അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ലെന്നും തങ്ങൾക്ക് 49 കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നും തെളിവുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നും KSIDC ഒടുവിൽ നിലപാടെടുത്തു. തൽക്കാലം കേസ് മാർച്ച് 12ലേക്ക് മാറ്റി. ഈ കേസ് കേട്ട ആദ്യം മുതൽ അവസാനം വരെ ഒരു വേളയിൽ പോലും KSIDCക്ക് അനുകൂലമായ ഒരു പരാമർശവും ഉണ്ടായില്ല. അന്വേഷണത്തോട് സഹകരിച്ചേ തീരൂ KSIDC എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ശ്രീകാന്ത്, അതായത് KSIDC ഇപ്പോൾ അവരുടെ ഹർജിയിലെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണോ നമ്മൾ കരുതേണ്ടത്? അന്വേഷണമാവാം എന്ന് പറയുമ്പോൾ അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ച KSIDC തന്നെ ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണോ കരുതേണ്ടത്? അവരങ്ങനെ പിന്മാറുകയല്ല, അത് തന്ത്രപരമായ ഒരു പിന്മാറലാണ് എന്ന് പറയേണ്ടി വരും. കാരണം തെളിവുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ CMRLന്റെയും എക്സാലോജിക്കലും തമ്മിലുള്ള കേസ് അന്വേഷിക്കൂ. അതിൽ തെളിവുണ്ടെങ്കിൽ ഞങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത് പ്രയാസമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധമില്ലാത്ത കേസിൽ ഞങ്ങളെ എന്തിനാണ് ഇപ്പോൾ വലിച്ചിഴയ്ക്കാൻ നോക്കുന്നത്? ഇതാണ് ചോദ്യം. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ CMRL എക്സാലോജിക്കൽ ഇടപാടിൽ തെളിവ് കണ്ടെത്താൻ KSIDCക്ക് കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തെളിവ് കണ്ടെത്താൻ സാധിച്ചാൽ അന്വേഷണമാകാം എന്നാണ് ഈ നിലവിൽ ഇപ്പോൾ ഇവർ KSIDC പറഞ്ഞിരിക്കുന്നത്. അതായത് തൽക്കാലത്തേക്കെങ്കിലും SFIO KSIDC ആസ്ഥാനത്ത് കയറുന്നതും രേഖകൾ പിടിച്ചെടുക്കുന്നതും ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും തടയുക എന്ന തന്ത്രപരമായ പിൻവാങ്ങലാണ്. അല്ല ശ്രീകാന്ത്, അതിപ്പോൾ അത് അസാധ്യമല്ലേ? SFIOയ്ക്ക് ആദ്യം എക്സാലോജിക്കും CMRലും തമ്മിലുള്ള കേസ് അന്വേഷിക്കുക, അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ KSIDCയിൽ അന്വേഷണം, അങ്ങനെ ഒരു ഉപാധി വയ്ക്കാൻ കോടതിയിൽ എന്തായാലും KSIDCക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ഇത് മൂന്നും ചേർന്ന ഒരു ഇടപാടാകുമ്പോൾ ഒരേപോലെ അന്വേഷണം നടക്കണം എന്നതാണല്ലോ SFIOയുടെ സമീപനം. അപ്പോൾ അങ്ങനെ ഒരു ഉപാധി വെച്ച് കേന്ദ്ര ഏജൻസി മുന്നോട്ട് പോകുമോ അത് അംഗീകരിച്ച്? അതാണ് കോടതി തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ടായത്. നിങ്ങൾ ഈ CMRLലെ ഷെയർ ഹോൾഡർ അല്ലേ? നിങ്ങൾക്ക് അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ അറിയില്ലെന്നാണോ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയെങ്കിൽ CMRL വന്ന് ഇവിടെ പറയട്ടെ നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അത് ഉൾക്കൊള്ളാം എന്ന രീതിയിൽ കോടതിക്ക് പറയേണ്ടി വന്നത്. ഈ വാദം KSIDC ഉന്നയിച്ചപ്പോഴാണ് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാരണവശാലും ഒരു ഒത്തുതീർപ്പ് ഫോർമുല KSIDC മുന്നോട്ട് വയ്ക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് കോടതി വഴങ്ങുമെന്ന് തോന്നുന്നില്ല. ചോദ്യങ്ങളുടെ മേൽ ചോദ്യങ്ങൾ കൊണ്ട് KSIDC പ്രതിരോധത്തിലാക്കുകയാണെന്ന് കോടതിയും ചെയ്തത്. തൽക്കാലത്തേക്ക് 12ലേക്ക് കേസ് മാറ്റിയെങ്കിലും ഈ അനുഭവ സമ്പത്തുള്ള അഭിഭാഷകൻ കൂടിയാണ് വൈദ്യനാഥൻ എന്നോർക്കണം. അദ്ദേഹം ഒരു തന്ത്രപരമായ പിൻവാങ്ങൽ നടത്താൻ നോക്കിയതാണ്. പക്ഷേ അത് കോടതി പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. 12ാം തീയതി കേസ് മാർച്ച് 12ന് വീണ്ടും പരിഗണിക്കും. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. KSIDCയോട് തുടർച്ചയായി കേരള ഹൈക്കോടതി ചോദിക്കുന്നു, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്കതിൽ ബന്ധമില്ലെങ്കിൽ SFIO അന്വേഷിച്ച് പോകട്ടെ. ഇന്നും അത് കോടതി ചോദിക്കുന്നു.
തെളിവുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നൊരു തന്ത്രപരമായ പിന്മാറ്റം KSIDC ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.